കോഴിക്കോട് മൂട്ടോളിയിൽ മാൻഹോളിൽ കുടുങ്ങിയ തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട ആ യുവാവ് ആരോഗ്യ പ്രശ്നങ്ങളോടെ ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. അമ്പലത്തുകുളങ്ങര സ്വദേശി വിശ്വനാഥൻ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ട് വാടക വീട്ടിലെത്തിയത്. ഭാര്യയും 3 മക്കളും അടങ്ങിയതാണ് വിശ്വനാഥന്റെ കുടുംബം. അപകടമാരും മറന്നിട്ടുണ്ടാകില്ല. ഈ മാസം 15-നാണ് മൂട്ടോളിയിൽ നിർമ്മാണം നടക്കുന്ന ഭൂഗർഭ ജലസംഭരണിയിൽ ഇറങ്ങിയ തൊഴിലാളി സിറാജ് മരണപ്പെട്ടത്. സിറാജിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വിശ്വനാഥനും അപകടത്തിൽപ്പെടുകയായിരുന്നു. 4 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് ജീവിതം? കഷ്ടപ്പാടിലൊക്കെയാണ്. രണ്ടാൾക്കും ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ജോലിക്ക് പോകാൻ പറ്റില്ല. കുറച്ച് റെസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഇനിയിപ്പോൾ എന്താ അറിയില്ല. 10-ാം തീയതി ഇനിയിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകണം. പിന്നെ വീട്ടിൽ കുറച്ച് തെറാപ്പി കാര്യങ്ങൾ, ചെറിയ മരുന്ന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അപകട സ്ഥലത്ത് വന്നിരുന്നു. ആ സമയത്ത് നിങ്ങളെയൊക്കെ കൊണ്ടുപോയി ഫയർഫോഴ്സിൻ്റെ ആംബുലൻസിൽ. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്? ഡെഹിവറി എന്ന് പറഞ്ഞ ഒരു പാർസൽ സർവീസിൽ കൊറിയർ സർവീസറായിട്ട് ഞാനും എൻ്റെ വൈഫാണ് വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അന്ന് വൈഫിന് ലീവാണ്, എനിക്ക് ഡ്യൂട്ടി ഉള്ളത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊരു ആൾക്കൂട്ടം കണ്ടിരുന്നു. കുറേ ഓഫീസിൽ വണ്ടിയും വെച്ച് തിരിച്ച് അവരെയും നമ്മുടെ സ്റ്റാഫിനെയും കൂട്ടി വന്ന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ കുഴിയിൽ മണ്ണിടിച്ച് വീണ് കിടക്കുന്നത് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് കേട്ട ശേഷം പിന്നെ ഒന്നും നോക്കില്ല, അദ്ദേഹത്തെ അടുത്ത് പുറത്തിടുക എന്നുള്ളതാണ്. ആളാരാ എന്താണെന്ന് എനിക്കറിയില്ല, ആളുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു കോണി വെച്ച് ഇറങ്ങി അദ്ദേഹത്തെ ലിഫ്റ്റ് ചെയ്തായിരുന്നു. അത് പൊക്കയിൽ കുറച്ചേ പൊന്തിക്കാൻ പറ്റിയിട്ടോ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ എൻ്റെ സഹപ്രവർത്തകനോട് പറയുന്നുണ്ട്. കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ ബോധം പോയി വീണു. ജലസംഭരണിയിൽ അതിലേക്ക് വീഴാന്നാണ് പറഞ്ഞത്. പിന്നെയാണ് ഞാൻ 3-4 ദിവസം കഴിഞ്ഞ ശേഷം ICUവിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. 4 ദിവസം വെന്റിലേറ്ററിൽ, ബാക്കിയുള്ള ദിവസം ICUവിലായിരുന്നു. പിന്നെ ഒരു 3 ദിവസം വാർഡിലായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് 2-3 ദിവസമായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് പൾസൊന്നും ഇല്ലായിരുന്നു, പിന്നീട് CPR നൽകിയാണ് പൾസ് വന്നതെന്നാണ് പറഞ്ഞത്. അതെ. സിറാജിനെ വിളിച്ച ഒരു ഫയർഫോഴ്സ് ആയിരുന്നു അത്. ആ സമയത്ത് കുറച്ചൊന്ന് ലേറ്റ് ആയിരുന്നെങ്കിൽ എൻ്റെ പൾസ് മിസ്സായിരുന്നു. അവർ കറക്റ്റ് തക്ക സമയത്ത് അവിടെ എത്തി. ഞാൻ വീണ അതേ സമയത്താണ് അവരെത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ അവർക്ക് സിറാജിന് കൊടുക്കേണ്ട പൾസ് CPR എനിക്ക് തന്നു. സിറാജിന് കൊടുത്തിട്ടില്ല എന്നല്ല, കൊടുത്തിട്ടുണ്ട്, പക്ഷേ സിറാജിന് കിട്ടിയിട്ടില്ല. കുറച്ച് ലേറ്റായിപ്പോയി. എല്ലാവരും പറയും നമ്മളെ അയൽവാസിയാണ്, തൊട്ടടുത്തുള്ള പാലത്ത് സ്വദേശിയാണെന്ന് പറഞ്ഞ്. കണ്ടിട്ടില്ല അദ്ദേഹത്തിന്. അവിടുത്തെ പരിചരണവും ആൾക്കാരെ സപ്പോർട്ടും എല്ലാം കൂടിയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ കളിയാണൊക്കെ. എല്ലാവരുടെ പ്രാർത്ഥനയും എൻ്റെ കുട്ടികളും മക്കളെയൊക്കെ കാണാൻ പറ്റി എനിക്ക്. ഇപ്പോൾ സാമ്പത്തിക നിലയൊക്കെ എങ്ങനെയാണ്? സാമ്പത്തിക നില ഇപ്പോൾ രണ്ടാളിപ്പോൾ വർക്കിന് പോകുന്നില്ല, കുറച്ചായി. ഇതിപ്പോൾ റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ എന്നെ പരിചരിക്കുകയാണ്. ഞാനും എൻ്റെ മക്കളും ഭാര്യ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ആ ഒരു ജോലി, ഞാൻ വിദേശത്തേക്ക് പോകാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതും ഇല്ല. ഇനിയിപ്പോൾ എന്താവും അറിയില്ല, കുറച്ച് കഴിയണം. നമ്മൾ നേരത്തെ എന്തായിരുന്നു ജോലി? ഞാൻ ദുബായിലായിരുന്നു, ദുബായിലായിട്ട് നിന്നിരുന്നു. ദുബായിൽ ഒരു 6 മാസം നിന്നിട്ട് ലൈസൻസ് എടുത്ത് പോകുന്നത് ടാക്സി ഡ്രൈവറായിരുന്നു അവിടെ. അതായത് പുതിയൊരു ജോലി അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വീണ്ടും പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ 20-ാം തീയതി പാസ്പോർട്ടിൻ്റെ റിന്യൂവലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മിസ്സായി. ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ. കുറേ കാലമായിട്ട് ഈ ഏരിയയിൽ തന്നെ ഞാൻ വാടക തന്നെയാണ്. ഒരു 10-12 കൊല്ലമായിട്ട് വാടക തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള ചികിത്സക്കൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാമ്പത്തികമായിട്ട് അങ്ങനെ കരുതി വെച്ചിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ അന്നന്ന് കിട്ടുന്നത് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോൾ അധികം അങ്ങനെ വിശ്രമിക്കാനും പറ്റില്ല. 3 കുട്ടികളുള്ളതല്ലേ. എന്തായാലും എനിക്ക് ജോലിക്ക് പോയാൽ പറ്റും. അത് കുറച്ച് കഴിയും എന്തായാലും. മക്കൾ എത്രയൊക്കെയാണ്? ഒരാൾ 7-ലും, ഒരാൾ 4-ല്, ഒരാൾ 2-ല്. 2 പെൺകുട്ടികളും മൂത്തതാണെന്ന്. നിരവധി നല്ല മനസ്സുകൾ സഹായവുമായി എത്തുന്നുണ്ട്. പക്ഷേ കുറച്ചധികം കാലം വിശ്രമം വേണ്ടിവരും എന്നതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് കുറേ അധികം സഹായം വേണം എന്നുള്ളതാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഒരു അവസ്ഥ. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.